السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. ശക്തമായ നിലക്ക് വസിയ്യത്ത് നൽകുകയാണ്. സർവശക്തനായ അല്ലാഹു നേരിന്റെ പാതയിൽ മുന്നോട്ട് പോവുകയും ആ മാർഗത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ ഈ ലോകത്തുള്ള ജീവിതം, ഐഹിക ജീവിതം, ദുനിയാവ് എന്നൊക്കെ നാം പറയുന്ന ഈ ജീവിതം, നാം നമ്മുടെ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് ജീവിച്ചു തീർക്കുന്ന കാലഘട്ടത്തിനാണ് ഐഹിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ദുനിയാവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടെ മനുഷ്യന് ജീവിക്കേണ്ട ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി, സ്വൈരത്തോടുകൂടി, ശാന്തിയോടുകൂടി അവനെ ജീവിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ അത്യാവശ്യമായ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ. മനുഷ്യന്റെ ജീവിതം നിലനിൽക്കുവാൻ ആവശ്യമായ പ്രാഥമികമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് ഭക്ഷണം. അതുപോലെ തന്നെ നാണം മറയ്ക്കാൻ വസ്ത്രം വേണം. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ സുരക്ഷിതത്വം നൽകി കിടന്ന് ഉറങ്ങാനും താമസിക്കാനും ഒരു ഭവനം, ഒരു പാർപ്പിടം വേണം.
ഇത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രാഥമികമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. ഈ പ്രാഥമികമായ ആവശ്യങ്ങൾ ഒരാൾക്ക് നിവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ അവന്റെ മനസ്സിനെ അത് വല്ലാതെ ബാധിക്കും. അത് അവന് സംഘർഷമുണ്ടാക്കും. അവന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കത് വർധനവുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനവും സ്വസ്ഥതയും സ്വൈരവുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ തനിക്കും തന്റെ കുടുംബത്തിനും തന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്കും ആവശ്യമായ തോതിലുള്ള വിഭവങ്ങൾ ഒരാൾക്ക് ഉണ്ടായിരിക്കണം. അത് മനുഷ്യപ്രകൃതിയുടെ തേട്ടമാണ്. അതെല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുമാണ്. ഇതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് അധ്വാനിക്കാൻ വേണ്ടി പറയുന്നു. അധ്വാനിക്കാതെ അല്ലാഹു കണക്കാക്കിയതൊക്കെ സംഭവിക്കും എന്ന പ്രവർത്തനരഹിതമായ തവക്കുൽ ഇസ്ലാമിലില്ല. എന്തും വരുന്നത് അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ്. ഞാൻ ജോലി ചെയ്താലും ഇല്ലെങ്കിലും അധ്വാനിച്ചാലും ഒക്കെ നടക്കേണ്ടത് ഇവിടെ നടന്നിരിക്കും എന്ന ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിന്റെ വിരുദ്ധമായ ഒരു തവക്കുൽ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് മനുഷ്യനോട് അല്ലാഹു പറയുന്നത്, മനുഷ്യ, നീ താമസിക്കുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമിയെ നിനക്ക് എല്ലാ രൂപത്തിലും അല്ലാഹു കീഴൊതുക്കി തന്നിരിക്കുകയാണ്, സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അത് അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണ്. സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹു അത്രേ ജഅല ലക്കുമുൽ അർദ ദലൂലാ, ഭൂമിയെ നിങ്ങൾക്ക് ഒതുക്കി തന്നത്, നിങ്ങൾ നിവസിക്കുന്ന ഈ ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കാനും നിങ്ങൾക്ക് ആവശ്യമായ വിഭവ സമാഹരണത്തിനുമൊക്കെ അനുയോജ്യമായ നിലക്ക് ഈ ഭൂമിയെ ക്രമീകരിച്ച് ഒതുക്കി കീഴൊതുക്കി തന്നവൻ അല്ലാഹു ആകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. അല്ലാഹു അവൻ നിങ്ങൾക്ക് ഒരുക്കി തരേണ്ട സൗകര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ അവിടെവിടെയായി ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഇനി നേടിയെടുക്കാൻ നിങ്ങളുടെ അധ്വാനം വേണം. അള്ളയാണ് ആഹാരം തരുന്നത്, അള്ളയാണ് റിസ്ക് തരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ചില ബാധ്യതകൾ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുള്ള റിസ്കുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ട സംവിധാനം ഇവിടെ സുലഭമാണ്. ഭൂമിയിൽ അതിനുവേണ്ട സംവിധാനങ്ങളുണ്ട്, സന്നാഹങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫംശൂ ഫീ മനാകിബിഹാ, ആ ഭൂമിയുടെ പ്രദേശങ്ങളിലൂടെ, അതിന്റെ ഓരങ്ങളിലൂടെ നിങ്ങൾ നടക്കണം, നിങ്ങൾ സഞ്ചരിക്കണം, നിങ്ങൾ തേടിപ്പോകണം. അങ്ങനെ വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അവന്റെ ഔദാര്യമായ അവന്റെ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ നേടിക്കൊള്ളണം, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളണം. അങ്ങനെയൊക്കെ നിങ്ങൾ സമ്പാദിക്കുമ്പോഴും നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കുമ്പോഴുമൊക്കെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം, വഇലൈഹിൻ നുശൂർ, അല്ലാഹുവിങ്കലേക്ക് അത്രേ ഞാൻ മടങ്ങി ചെല്ലേണ്ടത്. ആ ബോധം നിങ്ങൾക്ക് ഭൂമിയിൽ സഞ്ചരിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴും വേണം എന്നുകൂടി അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ മനുഷ്യനോട് അല്ലാഹു പറയുന്നത്, നീ അധ്വാനിക്ക്, നീ നേട്, നീ സമ്പാദിച്ചോളൂ, വിരോധമില്ല. നിങ്ങൾ ഇസ്ലാമികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണല്ലോ നാം ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജുമുഅയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിടത്ത് പോലും പറയുന്നു, നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വിഹരിച്ചോളൂ, ഭൂമിയിൽ പരന്നോളൂ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കോളൂ. പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടൂ, അതല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കൂ എന്നല്ല. ഇബാദത്തുകൾ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിന്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിച്ചോളൂ. അവിടെയും നിങ്ങൾ അല്ലാഹനെ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇസ്ലാം നമ്മളോട് പറയുന്നു, മനുഷ്യാനി അധ്വാനിച്ചേ പറ്റൂ. നിനക്ക് കണക്കാക്കിയ റിസ്ക് കിട്ടണമെങ്കിൽ നീ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അല്ലാഹു ഒരു കാര്യം മനുഷ്യനോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാത്തിന്റെയും ലക്ഷ്യം ഈ ഐഹിക ലോകത്തിൽ ആവശ്യമായ വിഭവങ്ങൾ നേടലാണ് എന്ന് പരമമായ ലക്ഷ്യം അതായി കരുതിയിട്ട് അതിനുവേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അതിൽ പെട്ടുപോകാനും പാടില്ല. എല്ലാം ഈ ദുനിയാവന്നെയാണ്, എല്ലാം ഇവിടെയാണ് നേടേണ്ടത്. ഇവിടെ നേടാൻ വേണ്ടി എന്തും ചെയ്യാം. അങ്ങനെയൊക്കെ മനുഷ്യൻ അധ്വാനിച്ച് ഹറാമും ഹലാലും നോക്കാതെ അധ്വാനിച്ചിട്ടും
കാര്യങ്ങൾ ബാക്കിയാകുന്നവരെ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് അള്ളാഹു മനുഷ്യനോട് ഒരു കാര്യം പറയുന്നു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ബേജാറ് വേണ്ട, വെപ്രാളം വേണ്ട, നിരാശ വേണ്ട, സംഘർഷം വേണ്ട നിന്റെ മനസ്സിന്. കാരണം ഈ ലോകത്ത് ഏതൊരു ജീവിയുണ്ടോ, ഈ ഭൂമിയിൽ മനുഷ്യനെന്ന് മാത്രമല്ല അള്ള പടച്ച ഏതൊരു മഖ്ലൂഖുണ്ടോ, ഒരു ജന്തുവുണ്ടോ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, പടച്ച റബ്ബി ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു ജന്തുവിനെ, ഒരു ജീവിയെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ തോതിലുള്ള വിഭവവും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അതല്ല ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എനിക്ക് കിട്ടാനുള്ളത് കിട്ടാതെ പോകുമോ എന്ന ബേജാറൊന്നും വേണ്ട. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഹറാം ഹലാലുകളൊക്കെ സൂക്ഷിച്ചേ നിങ്ങൾ സമ്പാദിക്കാവൂ. കാരണം നിങ്ങളൊരു കാര്യം അറിയണം, ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇന്ന ബുതഅൻഹാ. നിങ്ങളിങ്ങനെ മണ്ടിപ്പാഞ്ഞ് വളരെയേറെ ബേജാറും വെപ്രാളവും ഒക്കെ കാട്ടിയിട്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അനുഭവിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിന് സംഘർഷം വരുത്തിക്കോളൂ. കാരണം എന്തെന്നല്ലേ, ഏതൊരു മനുഷ്യനും അള്ളാഹു അവന് കണക്കാക്കിയ റിസ്ഖുകൾ അവന് പൂർണ്ണമായും ലഭിച്ചിട്ടല്ലാതെ അവൻ മരണപ്പെടുന്നതല്ല. അതൊരു പക്ഷേ വിചാരിച്ച നേരത്ത് കയ്യിൽ വന്നില്ലെന്ന് വന്നേക്കും. കുറച്ചു സമയം കഴിഞ്ഞാലും അള്ള കണക്കാക്കിയ വകുപ്പ് കിട്ടിയിട്ടേ മരിക്കൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ നിങ്ങൾ അതിനുവേണ്ടി അള്ള കണക്കാക്കിയതേ വരൂ എന്ന നിലക്ക് വെറുതെ ഇരിക്കാനും പാടില്ല. അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളത് തേടാനുള്ള മാർഗങ്ങൾ ആരായണം, അത് കിട്ടാനുള്ള മാർഗങ്ങൾ ആരായണം. അപ്പോഴും നിങ്ങൾക്ക് ആർത്തി പാടില്ല. നിങ്ങൾ അവിടെയും ശ്രദ്ധിക്കണം. അനുവദിച്ചതേ സ്വീകരിക്കാവൂ, അള്ള ഹലാലാക്കിയതേ നേടാവൂ. അള്ളാഹു നിഷിദ്ധമാക്കിയത്, അള്ളാഹു നമ്മളോട് പാടില്ലെന്ന് പറഞ്ഞ മാർഗങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഇതാണ് ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ സമ്പാദിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും, ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ ഈ ദുനിയാവിന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മനുഷ്യൻ ഈ അധ്വാനിക്കുന്നതും പാടുപെടുന്നതും ഒക്കെ. അപ്പൊ ഇതിനു വേണ്ട എല്ലാ സംവിധാനവും മനുഷ്യൻ ചെയ്യണം എന്നിപ്പോ ഒരാളോട് 100% ആളുകളോടും 99% ആളുകളോടും നിങ്ങൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം, സമ്പാദിക്കണം എന്നൊന്നും പറയേണ്ട ഒരു കാര്യം ഇന്നില്ല. അധ്വാനിക്കാതെ വെറുതെ ഇരുന്നാൽ ഭക്ഷണം വരുമെന്ന സൂഫി ചിന്താഗതിയൊന്നും ഇന്ന് അധിക ആളുകളിലുമില്ല. ആളുകളൊക്കെ അധ്വാനശീലരാണ്, അധ്വാനിക്കുന്നവരാണ്. പക്ഷേ ഇസ്ലാം ഒരു കാര്യം പറയുന്നു, അതുകൊണ്ട് മാത്രം റിസ്ഖിൽ ബർക്കത്ത് കിട്ടൂല. നമ്മളിവിടെ ഭൗതികമായ നമ്മുടെ ഈ റിസ്ഖ് നേടാൻ ആവശ്യമായ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ട സർട്ടിഫിക്കറ്റുകളും വിദ്യാഭ്യാസ യോഗ്യതയും അതിനുവേണ്ട പരിശീലനങ്ങളും ട്രെയിനിങ്ങുകളും സർവീസ് പരിഗണനയും എല്ലാം നമ്മൾ വെച്ച് നീട്ടുകയും പറയുകയും അപേക്ഷിക്കുകയും ഓടിപ്പാഞ്ഞ് നടക്കുകയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹു തആല ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, ഈ ഭൗതികമായ ലോകത്തിലെ വിഭവ സമാഹരണത്തിന് വേണ്ടി നീ ഒരുക്കുന്ന ഒരുക്കങ്ങളെക്കാളെല്ലാം ഉപരി ആത്മീയമായ ചില ഒരുക്കങ്ങൾ കൂടി ഉണ്ടെങ്കിലേ നിനക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന റിസ്ഖിൽ പോലും ബറക്കത്തുണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് പോകും. കിട്ടുന്നതിൽ ബറക്കത്തുണ്ടാവുക. 1000 ഒരാൾക്ക് കിട്ടുന്നത്, 500 ഒരാൾക്ക് കിട്ടുന്നത്, ബറക്കത്തുണ്ട്. 10,000 ഒരാൾ വാങ്ങുന്നത്, എന്നാലും 2-ാം തീയതിയാകുമ്പോ കടം, ബറക്കത്തില്ല. കൂടുതൽ കിട്ടുന്നതിലല്ല ബറക്കത്തുള്ളത്, കുറച്ച് കിട്ടുന്നതിലുമല്ല ബറക്കത്തുള്ളത്. കിട്ടുന്നതിൽ സംതൃപ്തിയോടുകൂടി അത് അല്ലാഹുവിന്റെ ആ നിലക്കുള്ള ബറക്കത്ത് നിലനിൽക്കാൻ അഭൗതികമായ തീരുമാനങ്ങൾ കൂടി, അഭൗതികമായ ചില ഒരുക്കപ്പാടുകൾ കൂടി അധ്വാനിക്കുന്ന മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ജീവിതം ഐശ്വര്യപൂർണമാവുകയുള്ളൂ. അഥവാ ഇസ്ലാമികമായ വീക്ഷണത്തിൽ നിനക്ക് കിട്ടുന്ന റിസ്ഖിൽ ബറക്കത്തും പുരോഗതിയും സമൃദ്ധിയും നിലനിൽക്കണമെങ്കിൽ അല്ലാഹു ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതാണ് എണ്ണി പറയാൻ പോകുന്നത്. ഒന്നാമത് വേണ്ടത് തഖ്വയാണ്. തഖ്വ വേണമെന്നാണ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയാലേ ബറക്കത്തുണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു.
ആര് അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവൻ കുടുങ്ങുകയില്ല. അവൻ അറിയാത്ത മാർഗത്തിലൂടെ അല്ലാഹു അവന് റിസ്ഖുകൾ നൽകിക്കൊണ്ടിരിക്കും. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഒരു നാട് നശിപ്പിക്കപ്പെടാനും ഒരു നാട്ടിൽ ദാരിദ്ര്യമുണ്ടാകാനും കാരണം പറയുന്നിടത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി. ആ നാട്ടുകാര് വിശ്വസിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ നാം തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു അലൈഹിം ആ നാട്ടുകാർക്ക് ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി ആകാശഭൂമികളിൽ നിന്നുള്ള ബർക്കത്തുകൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു അവര് തഖ്വയോടെ ജീവിച്ചിരുന്നുവെങ്കിൽ. അപ്പൊ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ തഖ്വ വേണമെന്നാ പറയുന്നത്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിച്ചാൽ തഖ്വയോടുകൂടി ജീവിച്ചാൽ റിസ്ഖിൽ ബറക്കത്തുണ്ടാകും. ഇബ്ലീസ് നമുക്ക് ഓതിത്തന്നത് നേരെ എതിരാ. ഏത് കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, ഏതൊരു കാര്യത്തിൽ തഖ്വയോടെ ജീവിച്ച ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്ന് നോക്കിയാൽ അന്നം മുട്ടുന്നാ പറയാ. അങ്ങനെയൊക്കെ നോക്കി ആയത്തും ഹദീസൊക്കെ നോക്കിയാൽ സംഗതി നടക്കുമോ? ആയത്തിലും ഹദീസിലൊക്കെ പറഞ്ഞത് മാത്രം നോക്കി ജീവിച്ചപ്പോ കാര്യം നടക്കുമോ എന്നാണ് ഇബ്ലീസ് നമ്മളോട് പറയുന്നത്. അതേ അവസരത്തിൽ നമ്മെ പടച്ച റബ്ബ് നമ്മളോട് പറയുന്നത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ തഖ്വയോടെ ജീവിച്ചാൽ, യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ചാൽ, ലഫതഹ്നാ അലൈഹിം അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി ആകാശഭൂമികളിൽ നിന്നുള്ള ബറക്കത്തിനെ. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിലേക്ക് എത്രത്തോളം ഖേദിച്ചു മടങ്ങുന്നുവോ, അല്ലാഹുവിനോട് മനസ്സുരുകിക്കൊണ്ട് ദുആ ചെയ്യുന്നുവോ, കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അല്ലാഹുവിനോടതൊക്കെ ഖേദത്തോടുകൂടി വളരെ മനസ്സറിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പുറത്തു തരണം റബ്ബേ എന്ന് റബ്ബിനോട് മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്കും ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്നാ പറയുന്നത്. നാളെ പരലോകത്ത് ബറക്കത്ത് കിട്ടും. അതിന്റെ പുറമെ ഈ ലോകത്തും ബറക്കത്ത് അല്ലാഹു ഓഫർ ചെയ്യുകയാണ്. എന്താ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഏറ്റവും വലിയ തെമ്മാടികളായി ജീവിച്ച ജനതയോട് പോലും നൂഹ് നബി അലൈഹിസ്സലാം ഓഫർ പറയുകയാണ്. ഫഖുൽതു ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ, പൊറുക്കലിനെ ചോദിക്കൂ. എത്ര വലിയ തെമ്മാടിത്തം ചെയ്തവരാണെങ്കിലും എന്ത് വലിയ താന്തോന്നികളായി ജീവിച്ചവനാണെങ്കിലും മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ, റബ്ബിനോട് ഖേദിച്ച് മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇന്നഹു കാന ഗഫാറാ അല്ലാഹു വളരെയേറെ പൊറുക്കുന്നവനാണ്. നിരാശ വേണ്ട. മാത്രമല്ല പിന്നെ റബ്ബ് പറയുന്നു, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ ആകാശത്തെ നിങ്ങളുടെ മേൽ അവൻ അയക്കും കുത്തിച്ചൊരിയുന്ന മഴയുമായി. ഇസ്തിഗ്ഫാറിന്റെ പവറാ പറയുന്നത്. അല്ലാഹുവിലേക്ക് ഏതൊരു തെമ്മാടിയായാലും എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും ഖേദിച്ചു മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ മഴ കിട്ടുമെന്നാ പറയുന്നത്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ അല്ലാഹു നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യുന്നതാണ്. സമ്പത്തുക്കളെ നൽകിക്കൊണ്ടും സന്താനങ്ങളെ നൽകിക്കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. വയജഅൽ ലക്കും ജന്നാത്ത് നിങ്ങൾക്ക് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണിലതാ നല്ല തോട്ടങ്ങളെ അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. വയജഅൽ ലക്കും അൻഹാറാ നല്ല നല്ല നദികളെ, തെളിനീരൊഴുകുന്ന ആറുകളെ, നദികളെയും അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് തെമ്മാടികളായി ജീവിച്ച ജനതയോടാ പറയുന്നത്. ഒന്ന് മടങ്ങൂ ജനങ്ങളെ, അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങൂ, പാപമോചനത്തിന് തേടൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് അറിയിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറിന് കുറവുണ്ടെങ്കിൽ, പാപങ്ങൾ പെരുത്തു വരുന്നുണ്ടെങ്കിൽ അതിലൂടെ പോലും റിസ്ഖ് തടയപ്പെടും. ഇന്നർ റജുല ലയുഹറമു റിസ്ഖ ബിസ്സംബി യുസീബുഹു
മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ കാരണത്താൽ, തെമ്മാടിത്തങ്ങൾ കാരണത്താൽ അവന്റെ റിസ്ക് തടയപ്പെടുന്നു, ബറക്കത്ത് നീക്കപ്പെടുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കച്ചവടക്കാരോട് പറയുന്നു, നിങ്ങൾ വഞ്ചനയും ചതിയും ഒഴിവാക്കിയാൽ ബറക്കത്ത് നഷ്ടപ്പെടുമെന്ന തോന്നൽ നിങ്ങളുടെ വെറും തോന്നലാണ്. നിങ്ങളത് ഒഴിവാക്കിയാലേ ബറക്കത്തുണ്ടാവുകയുള്ളൂ. നിങ്ങൾ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തുകയും ഏതൊരു ചരക്ക് നിങ്ങൾ വിൽക്കുമ്പോഴും അതിന്റെ ന്യൂനതകളെ സംബന്ധിച്ച് കൃത്യമായി പറയുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ ബൂരികലഹുമാ ഫീ ബൈഇഹിമാ, രണ്ടാളുടെയും കച്ചവടത്തിൽ, കൊടുത്തവന്റെയും വാങ്ങിയവന്റെയും കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. വൈൻ കദബാ, കളവ് പറഞ്ഞാൽ, വകതമാ, ചരക്കിനെ പറ്റിയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറയാതെ നുണ പറഞ്ഞുകൊണ്ട് വിൽപ്പന നടത്തിയാൽ തൽക്കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ റബ്ബുൽ ആലമീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹിക്ക് മുഹിഖത്ത് ബറക്കത്തു ബൈഇഹിമാ, ആ കച്ചവടത്തിന്റെ ബറക്കത്ത് മായ്ക്കപ്പെടുന്നതാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. അപ്പോ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ആര് ജീവിച്ചാലും നഷ്ടമൊന്നും വരാനില്ല, നഷ്ടം വരില്ല. അവന് തൽക്കാലം ഒരു നഷ്ടബോധം തോന്നിയാൽ തന്നെയും സമാധാനമുള്ള ഒരു ജീവിതമുണ്ടാകും. ശാശ്വതമായി സമാധാനമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ജീവിത വിഭവത്തിന്റെ വർധനവിന് വേണ്ടി ഭൗതികമായ സന്നാഹങ്ങൾ മാത്രം ഒരുക്കിയിട്ട് കാര്യമില്ല, ഈ ബോധമൊക്കെ നിനക്ക് വേണം. ഇനിയും അല്ലാഹു പറയുന്നു, നിനക്ക് കിട്ടുന്ന വിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അതിൽ ബറക്കത്ത് നിലനിൽക്കാൻ നീ ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അതാണ് കുടുംബബന്ധം നിലനിർത്തൽ, കുടുംബത്തോട് വേണ്ട രൂപത്തിലുള്ള ബന്ധം നിലനിർത്തൽ, അവരുമായി നല്ല സഹവാസമുണ്ടാകൽ, അവരെ സ്നേഹിക്കൽ, അവരിൽ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടറിയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹബ്ബ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, തനിക്കല്ലാഹു നൽകുന്ന റിസ്ഖിൽ ബറക്കത്തുണ്ടാകണം, വിശാലതയുണ്ടാകണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയുൻസഅ ലഹു ഫീ അസരിഹി, തന്റെ ആയുസ്സിൽ ആ നിലക്ക് രോഗങ്ങളൊന്നുമില്ലാത്തൊരു ജീവിതമുണ്ടാകണം എന്നൊക്കെ ആരെങ്കിലും ആശിക്കുന്നുവെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ തന്റെ കുടുംബബന്ധം ചേർത്തുകൊണ്ടിരിക്കട്ടെ. കുടുംബബന്ധം ചേർക്കുക, പാപ്പയോടുള്ള ബന്ധം, ഉമ്മയോടുള്ള ബന്ധം, കുടുംബത്തിലെ ആളുകളോടുള്ള ബന്ധം ഇസ്ലാമികമായ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു ഹറാമിനും നയാ പൈസ പോലും അയച്ചു കൊടുക്കാതെ, അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒന്നിനു വേണ്ടിയും അത് കുടുംബമാണോ അല്ലേ എന്ന് നോക്കാതെ, അള്ളാഹു പൊരുത്തമില്ലെങ്കിൽ ഞാനത് അയച്ചു കൊടുക്കില്ല, ഞാൻ സഹകരിക്കില്ല എന്ന തഖ്വയോടുകൂടി തന്നെ കുടുംബത്തിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളൊക്കെ ചെയ്തും സഹായിച്ചും അത്തരത്തിലുള്ള കുടുംബബന്ധം നിലനിർത്തുന്നുവെങ്കിൽ കിട്ടുന്നതിൽ അല്ലാഹു ബർക്കത്ത് നഷ്ടപ്പെടുത്താതെ അതിൽ പുരോഗതിയും വർധനവും സമൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ കുടുംബത്തെ നോക്കിയിട്ട് ഒരാൾ എന്താവൂല, ബർക്കത്ത് പോവില്ല. ഒക്കെ കുടുംബത്തിന് കൊടുത്ത് പൊളിഞ്ഞുപോയി എന്നൊരാൾ പറയേണ്ടി വരില്ല. കാരണം നേരിന്റെ മാർഗത്തിൽ കൊടുത്തതാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവും. കുടുംബത്തെ നോക്കാനാന്ന് പറഞ്ഞ് തോന്നിയാസത്തിന് കൊടുക്കലല്ല, കുടുംബത്തെ നോക്കിയതാണെന്ന് പറഞ്ഞ് തോന്നിയാസത്തിന് വേണ്ടി കടം വാങ്ങിയതല്ല, കൊടുക്കേണ്ട വഴിയിൽ കൊടുക്കാൻ വേണ്ടി തഖ്വാ മേഖലയിലും നിലനിർത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തെ പോറ്റാനും നിന്നെ ആശ്രയിക്കുന്നവരെ സഹായിക്കാനും വേണ്ടി നീ ചെലവഴിച്ചുവെങ്കിൽ, ഇന്ന് നിനക്ക് 10 പോയെങ്കിൽ നാളെ അല്ലാഹു 100 തരുന്നു. ബറക്കത്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നോക്കൂ, കുടുംബക്കാരോട് മാത്രമല്ല, സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ കാര്യം കണ്ടറിയുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഭക്ഷണം നൽകപ്പെടുന്നത്, നിങ്ങൾ സഹായിക്കപ്പെടുന്നത് പലപ്പോഴും ദുർബലരായ ആളുകൾ മുഖേനയാണ്. അവരുടെയൊക്കെ ദുആകൾ ഈ ലോകത്ത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹായിച്ചവനെ സഹായിക്കണമെന്ന് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് മാത്രമല്ല കേട്ടോ, ഓരോ പ്രഭാതത്തിലും ഈ ലോകത്ത് പ്രഭാതം പൊട്ടിവിടരുന്ന ഏതൊരു ദിവസമുണ്ടോ ആ ദിവസങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ, എല്ലാ ദിവസവും 2 മലക്കുകൾ പ്രഭാതത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് ആ 2 മലക്കുകൾക്കുള്ള ഡ്യൂട്ടി? മലക്കുകൾക്ക് പലർക്കും പല ഡ്യൂട്ടിയാണ്. ഈ 2 മലക്കുകൾക്ക് എല്ലാ ദിവസവും പ്രഭാതത്തിൽ എന്താണ് തൊഴിൽ?
എന്താണ് അവരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ഫയഖൂലു അഹദുഹുമാ, ഒരു മലക്ക് ദിവസവും അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫാ, നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് പടച്ചവനേ നീ കൂടുതൽ കൂടുതൽ കൊടുക്കണേ, നീ അവർക്ക് പിന്നെയും പിന്നെയും കൊടുക്കണേ എന്നിങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ, അനുവദിക്കപ്പെട്ട മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നവരുടെ വിഭവവർദ്ധനവിന് വേണ്ടി മലക്ക് ദുആ ചെയ്യുന്ന ഓരോ ദിവസവും. അതിന്റെ നേരെ മറുവശം റസൂലുള്ള പറയുന്നു, വയഖൂലുൽ ആഖറു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറ്റേ മലക്ക് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുമ്മ അഅ്തി മുംസികൻ സലഫാ, അല്ലാഹുവേ കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാരില്ലേ, ആവശ്യമുള്ള സംഗതിയിലേക്ക് ചെലവഴിക്കാതെ കൂട്ടിവെക്കുന്ന പിശുക്കന്മാരില്ലേ, സലഫാ, അവരുടെ വിഭവങ്ങളിൽ നീ കമ്മി വരുത്തണേ, ബറക്കത്ത് നഷ്ടപ്പെടുത്തണേ, നഷ്ടം കൊടുക്കണേ, നാശം വിതക്കണേ എന്നിങ്ങനെ ചെലവഴിക്കുന്നവർക്ക് അനുകൂലമായും ചെലവഴിക്കാത്ത ദുഷ്ടന്മാർക്ക്, ലുബ്ധന്മാർക്ക് പ്രതികൂലമായി കൊണ്ടും പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ പ്രഭാതവും ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹു തന്നെ പറഞ്ഞു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അറിയിച്ചത്, ഓ മനുഷ്യ, അൻഫിഖ്, നീ ചെലവഴിക്കൂ, എങ്കിൽ ഉൻഫിഖ് അലൈക്, നിനക്ക് ഞാനും തരാം. നീ ചെലവഴിച്ചാൽ നിനക്ക് ഞാനും തരും, നീ ചെലവഴിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടിയും ചെലവഴിക്കും എന്നിങ്ങനെ അല്ലാഹു പറയുന്നുണ്ട്. ഇതുകൊണ്ട് ജീവിതത്തിന്റെ ബറക്കത്തുണ്ടായി തീരണമെങ്കിൽ സഹോദരന്മാരെ, ഒന്നാമതായി വേണ്ടത് തഖ്വയാണ്. സമ്പാദിക്കുന്ന മാർഗം നന്നാവണം, കിട്ടുന്ന മാർഗം പവിത്രമാകണം, ചെലവഴിക്കുന്ന മാർഗം പവിത്രമാകണം. അങ്ങനെ അള്ളാഹനെ സൂക്ഷിക്കേണ്ടിടത്തൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്ത് നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് നേടിയാലും അതിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും. അതല്ലെങ്കിൽ എത്ര തന്നെ വന്നാലും മല പോലെ വന്നത് മഞ്ഞു പോലെ ഉരുകിത്തീരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കിട്ടുന്നതിൽ ബർക്കത്ത് നിലനിൽക്കാൻ ഭൗതികമായ സൗകര്യങ്ങളും സന്നാഹങ്ങളും പുറമേ ഈ നിലക്കുള്ള ആത്മീയമായ അഭൗതികമായ ഒരുക്കങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് ഭൗതികമായ വിഭവസമാഹരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് വർധനവുണ്ടാവുകയുള്ളൂ, രണ്ട് ലോകത്തും സമാധാനമുണ്ടാവുകയുള്ളൂ. ആ മേഖലയിൽ സൂക്ഷിക്കേണ്ടത് എന്താണെങ്കിൽ സൂക്ഷിച്ചുകൊണ്ടേ വിഭവസമാഹരണം നടത്താവൂ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റഹ്മുർ-റഹീമീനായ നാഥൻ നേരിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ആ നിലയ്ക്ക് തന്നെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത വിഭവ സമാഹരണങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന, അതിനുവേണ്ടി പാടുപെടുന്ന, അതിനുവേണ്ടി കുടുംബത്തെയും ഉച്ചവരെയും ഉടയവരെയും വെടിഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ആളുകളാണ് നാം ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാകേണ്ടത് മതപരമായ ബോധത്തിലൂടെ നിൽക്കുമ്പോൾ മാത്രമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മതപരമായ ബോധത്തിൽ നിന്ന് വിട്ടാലേ 4 കാശുണ്ടാക്കാൻ പറ്റൂ എന്നതാണ് ഇബ്ലീസ് നൽകുന്ന സന്ദേശം. മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പണമുണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് നാട്ടുകാർ മുഴുവനും ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഓതിക്കൊണ്ടിരിക്കുന്ന വേദാന്തം. അതിൽ താൽക്കാലികമായ ചില ശരികളുണ്ട്, പക്ഷേ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നുരയും പതയുമൊക്കെ കാഴ്ചക്ക് വലിയ അത്ഭുതം തോന്നിക്കും. ശക്തമായൊരു മലവെള്ളം വരുമ്പോൾ അതിൽ നുരയും പതയുമൊക്കെ കാണാൻ ഒരുപാടുണ്ടാകും. പക്ഷേ നുരയും പതയുമൊക്കെ കുറച്ചു നേരം ഇങ്ങനെ കണ്ണിന് ആനന്ദമൊക്കെ പകർന്ന്, അതുപോലെ തന്നെ കാഴ്ചക്കാർക്കൊക്കെ ഇങ്ങനെ ഭംഗിയൊക്കെ ഇങ്ങനെ നൽകി ഒരുപാടുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന നിലക്ക് നുരയും പതയുമൊക്കെ കുറച്ചു നേരം ഉണ്ടാവുകയുള്ളൂ. അതങ്ങോട്ട് വറ്റിപ്പോകും. അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും.